എന്ന് വെച്ചുകൊണ്ട് ഒരു ചെറിയ അത്യാവശ്യം ഇപ്പോൾ ഒരു ഷൂസ് വാങ്ങാൻ വേണ്ടി കയ്യിലിരിക്കുന്ന സ്റ്റോക്ക് വിറ്റിട്ട് ആ ഷൂസ് പോയി വാങ്ങരുത്. ഇതെല്ലാം തെറ്റാണ്. ഇങ്ങനെയല്ല ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്യുന്നത് എന്നാണ് ഞാനിന്ന് പ്രധാനമായിട്ടും പറയാനായിട്ട് പോകുന്നത്. ആരാണ് ഇങ്ങനെയൊക്കെ അനാലിസിസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്കാ നോളജായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കാണുന്ന എല്ലാവരും ഇങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ലോങ് ടൈമിലോട്ട് ബൈ ചെയ്തൊരു സ്റ്റോക്ക് എപ്പോഴാണ് സെല്ല് ചെയ്യേണ്ടതെന്ന് പല ആളുകൾക്കും അറിയില്ല. പല ആളുകൾക്കും അറിയില്ല. സത്യം, പല റീസൺസ് ആണ്. സ്റ്റോക്ക് സെല്ല് ചെയ്യാൻ ചിലവർക്ക് റീസണേ ഇല്ല എന്നുള്ളതാണ്. സിലിബി എന്ത് എപ്പോഴാണ് ഒരു ലോങ് ടൈം സ്റ്റോക്ക് സെല്ല് ചെയ്യുക? ലോങ് ടൈം സ്റ്റോക്ക് സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, നോർമലി ഒന്ന് ഗസ് ചെയ്യൂ, ആളുകൾ എപ്പോഴൊക്കെ ആയിരിക്കും സെല്ല് ചെയ്യുക? അല്ല, എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്വിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഞാനൊരു മീൻസ് അത്ര വലിയ ലാർജ് ക്യാപ് ഫണ്ടൊന്നും അല്ല, ഒരു സ്മോൾ ക്യാപ് ഫണ്ടൊക്കെയാണ് ഞാൻ ഒരു 35% ഒക്കെ വരുമ്പോൾ ഞാൻ ബുക്ക് ചെയ്ത് കളയാറുണ്ട്. അതായത് പ്രോഫിറ്റ് വന്നതുകൊണ്ട് ബുക്ക് ചെയ്യുന്നു. അതുകൊണ്ട് മാത്രമല്ല, എനിക്ക് ആ ഒരു വലിയൊരു റാലി വന്നിട്ട് പിന്നെ ഒരു കറക്ഷൻ വരുമായിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഞാൻ ബുക്ക് ചെയ്യാറുണ്ട്. എന്നിട്ട് അതുപോലെ തന്നെ എനിക്ക് 100% പ്രോഫിറ്റ് എന്നൊരു സ്റ്റോക്ക് ഉണ്ട്, അതും ബുക്ക് ചെയ്തു. ആ സ്റ്റോക്ക് ഞാൻ ബുക്ക് ചെയ്തു. കാരണം വെച്ചാൽ അത് ബുക്ക് ചെയ്തതിൻ്റെ റീസൺ അതിൽ വലിയ കാര്യമായിട്ട് വോളിയം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് തോന്നി ഇവിടുന്ന് കറക്റ്റ് ചെയ്യും. പക്ഷേ എനിക്ക് ഓൾറെഡി 100% പ്രോഫിറ്റ് വന്നു. അപ്പോൾ വോളിയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ബുക്ക് ചെയ്തത്. അപ്പോൾ അതൊക്കെ 1-2 റീസൺ ആണ്. പിന്നെ ലോങ് ടൈം ഞാൻ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഐ എം കീപ്പിംഗ് മൈ സ്റ്റോക്ക്. ഞാൻ ഇങ്ങനെ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോൾ, ഈ പോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റഡി ചെയ്തപ്പോൾ ChatGPT പറഞ്ഞ കുറേ റീസൺസ് ഉണ്ട്. ChatGPT പറഞ്ഞ റീസൺസിൽ ആദ്യത്തെ റീസൺ 50%, 100% റിട്ടേൺ തന്നതുകൊണ്ട് സ്റ്റോക്ക് സെല്ല് ചെയ്യുന്നത് ഒരു റോങ് ഡിസിഷനാണ് എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. അത് 50% പോയല്ലോ. രണ്ടാമത്തെ റീസൺ എന്താണെന്നറിയോ? വാങ്ങിയ സ്റ്റോക്ക് 30-40% കറക്റ്റ് ചെയ്യുമ്പോൾ ബുക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാം. ഇതും റോങ് ഡിസിഷനാണ്, ഇതും റൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനല്ല. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, അതാണ് രസം, നമ്മൾ വാങ്ങിയ സ്റ്റോക്ക് 6 months 1 year ആയിട്ട് മൂവ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ ഈ സ്റ്റോക്ക് വിൽക്കുന്നു. ഇതും റോങ് ഡിസിഷനാണ്. ഇനി നാലാമത്തെ ഒരു രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ സ്റ്റോക്ക് ഇപ്പോൾ കറക്റ്റ് ചെയ്യും, താഴെ എത്തുമ്പോൾ വീണ്ടും മേടിക്കാം, അതുകൊണ്ട് സെല്ല് ചെയ്യുന്നു. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട റോങ് ഡിസിഷൻസ് പല ആളുകളും എടുക്കാറുണ്ട്. ഇതെല്ലാം തെറ്റാണ്. ഇങ്ങനെയല്ല ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്യുന്നത് എന്നാണ് ഞാനിന്ന് പ്രധാനമായിട്ടും പറയാനായിട്ട് എപ്പോഴായിരിക്കും ഒരു നല്ല സ്റ്റോക്ക് കയ്യിലുണ്ടെങ്കിൽ. സുനിലിന്റെ ഒരു ഇതിൽ നല്ല സ്റ്റോക്ക് കയ്യിലുണ്ടെങ്കിൽ ഒരിക്കലും സെല്ല് ചെയ്യരുതെന്നായിരിക്കും സുനിലിന്റെ ഒപ്പീനിയൻ. തീർച്ചയായിട്ടും നല്ല സ്റ്റോക്ക് കയ്യിലുണ്ടെങ്കിൽ ഒരിക്കലും കാശിനാവശ്യം വന്നാൽ ബുക്ക് ചെയ്യേണ്ടി വരും. കാരണം ഫിനാൻഷ്യൽ ഗോൾസ് നേടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ കുറച്ചധികം എടുത്ത് ബുക്ക് ചെയ്യുന്നുണ്ട്, തെറ്റൊന്നുമില്ല. അതൊരു റീസൺ, അതൊരു ജെന്യുവിൻ റീസണാണ്. അങ്ങനെ ഒരു റീസൺ ഉണ്ടെങ്കിൽ അത് ചെയ്യാം എന്നാണ് ഞാൻ പറയുക. എന്ന് വെച്ചുകൊണ്ട് ഒരു ചെറിയ അത്യാവശ്യം, ഇപ്പോൾ ഒരു ഷൂസ് വാങ്ങാൻ വേണ്ടി കയ്യിലിരിക്കുന്ന സ്റ്റോക്ക് വിറ്റിട്ട് ആ ഷൂസ് പോയി വാങ്ങരുത്. മനസ്സിലായില്ലേ? അതായത് നമുക്ക് ഇപ്പോൾ എനിക്കൊരു നല്ല വീട് വെക്കണം, അല്ലെങ്കിൽ ഒരു നല്ല വീട് വേണം എന്ന ആഗ്രഹമുണ്ട്. എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഒരു 2 കോടി രൂപ കിടക്കുന്നുണ്ട്. ഞാൻ വിറ്റ് വീട് വാങ്ങണം, ഒരു 10, 20, 30 ലക്ഷം കൊടുത്തിട്ട് വീട് വാങ്ങണം. നമ്മുടെ രണ്ടാമത്തെ റീസൺ, നമ്മളൊരു സ്റ്റോക്ക് ലോങ് ടൈം ഗ്രോത്ത് പ്രതീക്ഷിച്ച് ബൈ ചെയ്തു. ഈ സ്റ്റോക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുന്നു, അപ്രാലിയൊക്കെ പോവാണ്. പക്ഷേ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഫോർകാസ്റ്റിൽ എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ സഡൻ ഡിസിഷൻ ആയിരിക്കണം ആ സ്റ്റോക്ക് ബുക്ക് ചെയ്യണം. അല്ലെങ്കിൽ 1-2 ക്വാർട്ടറിൽ ബാഡ് ഫിനാൻഷ്യൽസ് വരുന്നു, ബാഡ് റിസൾട്ടുകൾ വരുന്നു. അത് നന്നാക്കാൻ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ വരുന്നില്ല. റിസൾട്ട് മോശമാണ്, മാനേജ്മെൻറ്റ് ആ ബ്ലാ രീതിയിലുള്ള സംസാരമാണ് വരുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം മാനേജ്മെൻറ്റ് മോശമാണ്, നമ്മളെടുത്ത ഡിസിഷൻ തെറ്റിപ്പോയി. അത് പ്രോഫിറ്റിലാണെങ്കിലും ലോസിലാണെങ്കിലും ആ സ്റ്റോക്ക് നമ്മൾ ബുക്ക് ചെയ്യണം. രണ്ടാമതൊന്നും നമ്മൾ ആലോചിക്കരുത്. പിന്നെ പേഷ്യൻസ് ഉണ്ടാകണം. ഇപ്പോൾ ഒരു സ്റ്റോക്ക് ബൈ ചെയ്തു, നമ്മളീ പറഞ്ഞ മാതിരി ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ് സ്റ്റോക്ക്, നല്ല മാനേജ്മെൻറ്റാണ്, റാലി പോകുന്നില്ല, മുന്നോട്ട് പോകുന്നില്ല, സ്റ്റോക്ക് കൺസോൾഡേറ്റ് ചെയ്യുകയാണ്, റിസൾട്ടുകളും വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിൽ ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യണം. ലോങ് ടൈമിലോട്ട് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണെങ്കിൽ കിട്ടും. ഒരു എക്സാമ്പിൾ ITC തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ITC 2, 3, 4 വർഷം മൂവ് ചെയ്തിട്ടേ ഇല്ല, കൺസോൾഡേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വന്ന മൂവ്മെൻറ്റ് ഈസ് വെരി ഹ്യൂജ് എന്നുള്ളതാണ്. ലോങ് ടൈം ആണെങ്കിൽ, സ്വിങ്ങിൻ്റെ പേഴ്സ്പെക്റ്റീവിലല്ല ഞാൻ സംസാരിക്കുന്നത്, ലോങ് ടൈം ആണെങ്കിൽ. പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു മേജർ കാര്യം,
ഇൻഡസ്ട്രി സ്പെസിഫിക് കാര്യമാണ്. ഇപ്പോൾ നമ്മളൊരു മദ്യ കമ്പനി, അതായത് ഒരു ആൽക്കഹോൾ കമ്പനിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് കരുതും. അപ്പോൾ ഈ മദ്യം പല ഒരു സൈക്ലിക് ബിസിനസ്സാണ്, മറ്റ് പല ഫാക്ടേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ ഈ ഒരു വർഷം അല്ലെങ്കിൽ ഒരു കാലാവസ്ഥ നിരീക്ഷണം വരികയാണ്, അടുത്ത 5 കൊല്ലം ഇന്ത്യയിൽ മൺസൂൺ ഭയങ്കര കുറവായിരിക്കും എന്നുള്ളൊരു ന്യൂസ് വരികയാണ്. അപ്പോൾ മൺസൂൺ കുറഞ്ഞാൽ എന്ത് പറ്റും? മൺസൂൺ കുറഞ്ഞാൽ മഴ കുറയും. മഴ കുറഞ്ഞു കഴിഞ്ഞാൽ അത് കരിമ്പ് കൃഷിയെ എഫക്റ്റ് ചെയ്യുകയും എഥനോളിൻ്റെ പ്രൈസ് കയ്യിലോട്ട് പോവുകയും അത് മദ്യ കമ്പനിയുടെ മാർജിനെ എഫക്റ്റ് ചെയ്യുകയും മദ്യത്തിന് ലാഭം കുറയുകയും കമ്പനികൾ ചെയ്യും. ഒരു കമ്പനിയുടെ ലാഭം കുറയാൻ സാധ്യതയുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് പ്രൈസും കുറയില്ല. അപ്പോൾ അവിടെ ഒരു ഇൻഡസ്ട്രി സ്പെസിഫിക്കൽ ഒരു കാര്യം വന്നു. ഇങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, ആ സ്റ്റോക്കുകൾ ബുക്ക് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മാനേജ്മെൻറ്റ് ഇഷ്യൂ, റിസൾട്ട്, ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റോക്കിനെ സെല്ല് ചെയ്യാനുള്ള റീസണായിട്ട് നമുക്ക് എടുക്കാം. മറ്റ് പല കാര്യങ്ങളും ഉണ്ട്, പക്ഷേ ഈ രീതിയിലൊക്കെ വേണം ആക്ച്വലി അനാലിസിസ് ചെയ്യാൻ. ആരാണ് ഇങ്ങനെയൊക്കെ അനാലിസിസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക നോളജായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കാണുന്ന എല്ലാവരും ഇങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ടുകൾ ഇങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പോൾ കോണ്ട് പോലെയുള്ള മ്യൂച്വൽ ഫണ്ടുകൾ കുറച്ചുകൂടി ടെക്നിക്കൽ ആസ്പെക്ട്സ് ചിലപ്പോൾ നോക്കുമായിരിക്കും. എന്നാൽ മറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ ടെക്നിക്കിനേക്കാൾ കൂടുതൽ ഫണ്ടമെൻ്റൽ വാല്യൂ ഇൻവെസ്റ്റിംഗ് പെർസ്പെക്റ്റീവ് ആണെങ്കിൽ ഇതാണ് ഫോളോ ചെയ്യേണ്ടത്. അല്ല, മറിച്ച് നമ്മളൊരു സ്വിംഗ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ടെക്നിക്കൽസിന്, ഇപ്പോൾ ക്യാൻസലിംഗ് പോലുള്ള മെത്തേഡ്സൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ടെക്നിക്കൽസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ക്യാൻസലിംഗ് ഫ്രെയിം വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്കുള്ള റീസൺസ് എന്താണ്? ഒന്ന്, മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ, ഓവറോൾ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ മാറുകയാണെങ്കിൽ പല സ്റ്റോക്കുകൾ അവർ ഓഫ് ലോഡ് ചെയ്യും. പുതിയ FIA ആ സ്റ്റോക്ക് ആഡ് ചെയ്യുന്നില്ലെങ്കിൽ അവർ ഓഫ് ലോഡ് ചെയ്യും. മറ്റൊന്ന്, എല്ലാ വർഷവും പുതിയ പ്രൊഡക്റ്റ് ആ കമ്പനിയുടെ വരുന്നില്ലെങ്കിൽ ഓഫ് ലോഡ് ചെയ്യും. അത് ക്യാൻസലിംഗ് മെത്തേഡാണ്. അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തീമാണ്. ഇപ്പോൾ പീറ്റർ ലിഞ്ചിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് തീം എടുക്കുമ്പോഴും ഇതുപോലുള്ള ചില ക്രൈറ്റീരിയാസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള റിസർച്ചുകളിലിരുന്ന് നമ്മുടേതായ ഇത്തരത്തിലുള്ള കോറായിട്ടുള്ള ക്രൈറ്റീരിയാസ് ഡിസൈൻ ചെയ്ത് പറ്റുമെങ്കിൽ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എപ്പോഴും നമ്മൾ ഈ മൊമെൻറ്റം ഇൻവെസ്റ്റിങ്ങിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്ര ബെനിഫിറ്റ്സ് ഒന്നും കിട്ടത്തില്ല. നിങ്ങൾക്ക് ഇത്തരത്തിൽ വാല്യൂ ഇൻവെസ്റ്റിംഗ് നന്നായിട്ട് ചെയ്യാൻ അറിയാമെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറയുന്ന പോലെ വേണമെങ്കിൽ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റിയൊക്കെ വേണമെങ്കിൽ ഉപയോഗിച്ചോ. ബോട്ടത്തിൽ കൃത്യമായിട്ട് പിടിക്കാൻ പറ്റുമെങ്കിൽ ഒരു 2x ഒക്കെ മാർജിൻ എടുക്കുന്നത് അത്ര മോശമുള്ള കാര്യമൊന്നുമല്ല. കാരണം റിസ്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റേതായ റിവാർഡ് കിട്ടും. പണി മേടിക്കരുത് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ട്, നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല, അപ്പോൾ വേറൊരു സ്റ്റോക്ക് നമ്മുടെ കയ്യിലുള്ളത് പ്രോഫിറ്റിലാണ്, അത് വിറ്റിട്ട് ഈ സ്റ്റോക്ക് ബൈ ചെയ്യുന്നതിലൂടെ എന്താണ് അഭിപ്രായം? ഓക്കെ, ആക്ച്വലി അത് കുഴപ്പമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളൊരു സ്റ്റോക്കിനേക്കാൾ ബെറ്റർ ഫോർകാസ്റ്റിംഗ് ഉള്ള, ബെറ്റർ പെർഫോമൻസ് ഉള്ള, ലോങ് ടൈമിലേക്ക് പിടിക്കാൻ പറ്റിയ ഒരു നല്ല സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ക്യാഷ് ഇല്ല, ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, നമ്മുടെ ഇവിടെയുള്ളൊരു സ്റ്റോക്ക് നല്ല റിട്ടേൺ തന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ 2 സ്റ്റോക്കിനും കൂടി ഒന്ന് കമ്പയർ ചെയ്യാം. അനാലിസിസ് എപ്പോഴും ശരിയാവണമെന്നൊന്നുമില്ല, എന്നാൽ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻസ് നമുക്ക് ഈ സ്റ്റോക്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ നിന്ന് നമുക്ക് ഫണ്ട് അങ്ങോട്ട് മാറ്റുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അതും ഒരു സ്റ്റോക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാം. പിന്നീട് നമുക്കൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആളുകളുടെ പോർട്ട്ഫോളിയോ ഉണ്ടോ ഒത്തിരി. ഇപ്പോൾ സിൽബിയുടെ പോർട്ട്ഫോളിയോ എത്ര സ്റ്റോക്ക് ഉണ്ട് സിൽവി? 49. ഓർമ്മയുണ്ടോ? 49. ഇതെല്ലാ സ്റ്റോക്സിനെ ഇപ്പോഴും മോണിറ്റർ ചെയ്യാൻ പറ്റാറുണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ പറയുന്നത് എണ്ണം കുറയ്ക്കണം. ഒരാൾക്ക് ഒരു 10-15 മാക്സിമം സ്റ്റോക്സ് മതി. ഇപ്പോൾ IT യിൽ ഒരു 5 സ്റ്റോക്ക് IT നിന്ന് തന്നെ എടുത്തു എന്ന് വിചാരിക്കേ, ഞാനത് ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ട് പ്രശ്നമില്ല. കാരണം എന്താ, IT ആണ് മോണിറ്റർ ചെയ്താൽ മതി. അങ്ങനെ മോണിറ്റർ ചെയ്യാം, സെക്ടർ വൈസ് മോണിറ്റർ ചെയ്യാം. പക്ഷെ ഞാൻ പറയാം, ഒരു സാധാരണക്കാർ എപ്പോഴും എന്ത് ചെയ്യുക, ഒരു 10-15 സ്റ്റോക്സിനെ മാത്രം പോർട്ട്ഫോളിയോയിൽ വെച്ചാൽ ട്രാക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. ഇപ്പോൾ എനിക്കാണ് പണി മൊത്തം. ഈ 10-40 സ്റ്റോക്സ് ഞാൻ പല സമയത്തും അനാലിസിസ് ചെയ്ത് തരേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് കുറച്ച് എണ്ണം കുറയ്ക്കുകയാണെങ്കിൽ എൻ്റെ പണി ഒരിച്ചിരി കുറഞ്ഞു കിട്ടും. പക്ഷേ എനിക്ക് തോന്നുന്നു സുനിൽ സജസ്റ്റ് സ്റ്റോക്സ് ഞാൻ ആഡ് ചെയ്യാറുണ്ട്. സോ അതിൻ്റെ എക്സിറ്റ് സുനിൽ തന്നെ പറയാറുണ്ട്. എൻ്റെ അടുത്ത് പേഴ്സണലി പറയാറില്ല, ഗ്രൂപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഞാൻ കാണും, അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ എൻ്റെ ഓൾമോസ്റ്റ് ലോങ് ടൈമിലേക്കുള്ള ലാർജ് ക്യാപ് ഫണ്ടുകളൊക്കെ തന്നെയാണ്. എന്നാലും ഞാൻ പറയുന്നത് എണ്ണം കുറച്ച് വയ്ക്കും, 10-15. അപ്പോൾ സ്റ്റോക്ക് എക്സിറ്റ് ചെയ്യാൻ അതൊരു റീസണാണ്. എന്ത്, പോർട്ട്ഫോളിയോയിൽ സ്റ്റോക്കുകളുടെ എണ്ണം കുറയ്ക്കണം. അതും സ്റ്റോക്ക് എക്സിറ്റ് ചെയ്ത് അങ്ങനെ പ്രോഫിറ്റ് അല്ല, നമുക്ക് സ്റ്റാഗായിട്ട് തോന്നുന്ന ചില ഇൻഡസ്ട്രീസ്, ചില സ്റ്റോക്സ് നമുക്ക് പറ്റാത്ത റിസൾട്ട് തരാത്ത, അപ്പോൾ റീസൺസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക.
എന്ത്. അപ്പോൾ ഇത് ഞാൻ ഫണ്ടമെൻ്റൽ റീസൺസിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇതേ ഈക്വലൻ പ്രയോറിറ്റി ടെക്നിക്കിൽ നിന്നും കൊടുക്കാം. ജെസ്ലി വിൽമോറൊക്കെ പറയുന്ന പോലെ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് സ്റ്റോക്കുകൾ മൂവ് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു മൊമെൻറ്റം ഫീൽ ഉണ്ടെങ്കിൽ മൊമെൻറ്റം ഫീൽ തീരുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റോക്കുകൾ വിൽറ്റ് ഒഴിവാക്കാം. ഇപ്പോൾ ഒരു മിഡ് ക്യാപ്പിലോ മൈക്രോ ക്യാപ്പിലുള്ള ഒരു സ്റ്റോക്ക് ഭയങ്കരമായിട്ട് വാല്യുവേഷൻ ഹൈ ആയിപ്പോയി. ഫോർ എക്സാമ്പിൾ കൊച്ചിൻ ഷിപ്പ് യാർഡ് ഇപ്പോൾ 3000 എത്തിയ സമയത്താണെങ്കിൽ അവിടെ നമുക്കൊരു ഒട്ടും തന്നെ ഒരു വാല്യുവേഷൻ കംഫർട്ട് കിട്ടുന്നില്ല എങ്കിൽ ആ സ്റ്റോക്കിനെ നമുക്ക് ഒഴിവാക്കാം. പക്ഷേ കണ്ടിന്യൂസ്ലി ഭയങ്കര നല്ല റിസൾട്ട് തരുന്നുണ്ടെങ്കിൽ അവിടെ വാല്യുവേഷൻ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അപ്പോൾ ഇത് നോക്കാനുള്ള ഒരു നോളജ് കൂടി വേണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. പൊതുവേ പറയുകയാണെങ്കിൽ ഹയർ ഹൈ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റോക്കുകൾ കീപ്പ് ചെയ്യുകയും എപ്പോഴാണോ ഹയർ ഹൈ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് ഒരു സൈഡ് വൈസോ ഒരു ലോവർ ലോ സ്ട്രക്ചറോ ക്രിയേറ്റ് ചെയ്യാവുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റോക്കുകളെ ബുക്ക് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്, തെറ്റൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ എനിക്ക് തോന്നുന്നു പലരും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അത്ര ബോധേഡല്ല. പലരും ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്യുന്നതും പല ഗ്രൂപ്പുകളിൽ വരുന്നത് ആഡ് ഓൺ ചെയ്യുന്നു. അവർ തന്നെ പറയുമ്പോൾ സെല്ല് ചെയ്യുന്നൊരു ഇതാണ് കണ്ടുവരുന്നത്. പറയുമ്പോൾ ആഡ് ചെയ്യും, പിന്നെ അവരെന്നാ സെല്ല് ചെയ്യാൻ പറഞ്ഞതുപോലും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. പിന്നെ ലോസ് വരുമ്പോഴാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് പോലും. അപ്പോൾ ഈ കണ്ടീഷൻസിലുള്ള സ്റ്റോക്സ് വന്നാൽ മാത്രമാണ് നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ ലോസിൽ ബുക്ക് ചെയ്ത് ഒഴിവാക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസായിട്ട് വീണ്ടും കാണുന്നവരേക്കും, ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള പോഡ്കാസ്റ്റുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.